കണ്ണൂർ ജില്ലയിൽ സഖാക്കളുടെ രഹസ്യയോഗങ്ങൾ തകർത്തി. ഓരോ മേഖലകളിലും ഓരോ മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ പലയിടത്തും രഹസ്യയോഗങ്ങൾ ചേരുന്നു. ഒറ്റ ചിന്തയെ അവർക്കുള്ളൂ, പാർട്ടിയെ എങ്ങനെങ്കിലും രക്ഷിക്കണം. പിണറായി വിജയനിൽ നിന്നും MV ഗോവിന്ദനിൽ നിന്നും എങ്ങനെങ്കിലും പാർട്ടിയെ രക്ഷിക്കണം. ഇത് ഇങ്ങനെ പോയാൽ പാർട്ടി അധികം വൈകാതെ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. മുതിർന്ന സഖാക്കൾ ഉൾപ്പെടെ, തലനരച്ച സഖാക്കൾ ഉൾപ്പെടെ എല്ലാവരും യോഗം ചേരുകയാണ്. വലിയ ഡിസ്കഷൻസ്, വലിയ ചർച്ചകളാണ് ഈ രഹസ്യ യോഗങ്ങളിൽ നടക്കുന്നത്. ഓരോ സഖാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചു കൂടിയാണ് ഇത്തരം യോഗങ്ങൾ നടക്കുന്നത് എന്ന വിശദമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇതത്ര നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ചത് ഇനി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ നടക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരം യോഗങ്ങൾ. സ്ത്രീകൾ ഉൾപ്പെടെ വലിയ സാന്നിധ്യമാണ് ഈ യോഗത്തിന് ഉണ്ടാകുന്നത്. സഹകരണ ബാങ്ക് തട്ടിപ്പ്, അതുപോലെ തന്നെ ഇവിടെ സ്വന്തം ആൾക്കാരെ പലയിടത്തും സ്ഥാനാർത്ഥികളായും അല്ലാതെയും ഒക്കെ തന്നെ തിരികെ കയറ്റാനും പാർട്ടിയെ പിടിച്ചടക്കാനും പാർട്ടി ദേശീയ നേതൃത്വത്തെ പോലും MA ബേബിയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ ടീമും നടത്തുന്ന കമ്മ്യൂണിസമല്ല, പിണറായിസത്തിന്റെ ഈ പിണറായിസം എന്ന ഈ ഒരു സംഭവ വികാസത്തിന് എതിരെയാണ് ഇപ്പോൾ CPM നേതാക്കൾ തന്നെ, പ്രവർത്തകർ തന്നെ അണിനിരക്കുന്നത്. പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നവർ വളരെ കുറവാണ്. എല്ലാവരും ശരിക്കും അതായത് പാർട്ടി പിണറായി എന്ന ഒരു സംവിധാനമാണല്ലോ, അതിന് ഒപ്പം നിൽക്കുന്നവർ കുറവാണ്. എല്ലാവരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ചിന്താഗതിയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. തങ്ങളെ ഇത്രയും നാളും പാർട്ടി എന്ന ലേബലിൽ അടക്കി ഭരിക്കുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കുകയായിരുന്നു. ശരിക്കും വർഗവഞ്ചകർ എന്ന് പറയുന്നത് ഇത്തരക്കാരാണ്, പിണറായിയെ പോലെയുള്ള ആളുകളും MV ഗോവിന്ദനെ പോലെയുള്ള ആളുകളും എന്നുള്ളതാണ് ഇപ്പോൾ സഖാക്കൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ കാര്യമേ അല്ല. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച്, പാർട്ടിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഭിന്നതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള ഒതുക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. VS-നെ ഒതുക്കിയത്, KR ഗൗരിയമ്മയെ ഒതുക്കിയത്, P ഗോവിന്ദപിള്ളയെ ഒതുക്കിയത്, അങ്ങനെ നിരവധി തവണ ഒതുക്കലുകളുടെയും ഭിന്നതകളുടെയും ഒക്കെ തന്നെ ഒരു ചരിത്രം ഈ പാർട്ടിക്കുണ്ട്. എന്നാൽ പോലും യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ മുൻനിർത്തി മുമ്പോട്ട് പോവുക എന്നത് മാത്രമായിരുന്നു അന്നൊക്കെ പാർട്ടിയുടെ ലക്ഷ്യം. പക്ഷേ ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് എല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് സഖാക്കൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ആയി കഴിഞ്ഞ 6-7 ദിവസങ്ങളായി വിവിധ മേഖലകളിൽ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സഖാക്കൾ ഇത്തരത്തിൽ ഒന്നടങ്കം തിരിയുകയാണെങ്കിൽ പാർട്ടി പിളരുകയല്ല, സത്യം പറഞ്ഞാൽ പാർട്ടി തകരുകയാണ് ചെയ്യുന്നത്, പാർട്ടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി കുടുംബങ്ങൾ, പാർട്ടി ഗ്രാമങ്ങൾ ഒക്കെ തന്നെ പിണറായിക്കും ഗോവിന്ദനും എതിരെ തിരിയുകയാണ്. KK രാഗേഷൊക്കെ തന്നെ പിണറായിൻ്റെ ടീമിലുള്ള ആളാണ്. ഇത്തരത്തിൽ പാർട്ടിയുടെ ആ ഒരു ധാർമ്മികത കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ നേതാക്കൾ, പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടി ഇല്ലാതാവുകയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സഖാക്കൾ ഇപ്പോൾ യോഗം ചേരുന്നത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇനി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഏത് രീതിയിൽ പാർട്ടിയെ തിരുത്തി മുമ്പോട്ട് പോകാൻ കഴിയും? ഏത് രീതിയിൽ പുതിയ ജനങ്ങളുമായി പുതിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും? ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ എങ്ങനെ സാധിക്കും? ജനങ്ങളിൽ നിന്ന് അകന്നുപോയ പാർട്ടിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ചർച്ചകളായിരിക്കാം ഒരു വേള നടക്കുന്നത്. ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും യോഗങ്ങൾ തുടരുകയാണ്. ഇനിയിപ്പോൾ ഈ യോഗം ചേർന്നവർക്കെതിരെയൊക്കെ തന്നെ നടപടി ഉണ്ടായേക്കാം അറിഞ്ഞു കഴിഞ്ഞാൽ. തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരിലും ഒക്കെ തന്നെ നിരവധി സഖാക്കൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. നിരവധി പേരെ പുറത്താക്കി, നിരവധി പേരെ ശാസിച്ചു, അതുപോലെ തന്നെ തരം താഴ്ത്തി, അങ്ങനെ നിരവധി പരിപാടികൾ ഉണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. കണ്ണൂരിൽ വലിയ തോതിലുള്ള ഒരു വലിയ മാറ്റത്തിന് CPM ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി പിണറായിക്കെതിരെ അല്ലെങ്കിൽ MV ഗോവിന്ദനെതിരെ, പാർട്ടിയുടെ ഇത്തരം പിണറായിസത്തിനെതിരെ ശബ്ദിച്ചേ മതിയാകൂ, ഇറങ്ങിത്തിരിച്ചേ മതിയാകൂ എന്ന കാര്യം സഖാക്കൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. പാർട്ടിയെ ഒരു തരത്തിലെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം യോഗങ്ങൾ എന്ന സൂചനയാണ് നമുക്കും ലഭിക്കുന്നത്.